ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പം ഷിംലയിലാണുള്ളത്. ഷിംലയിലെ ജാക്കു ഹിൽസ് കയറിക്കൊണ്ടിരിക്കുക. ഞങ്ങളിവിടുന്ന് ടാക്സി വിളിച്ചാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രൈവറിൻ്റെ ലോക്കൽ ലാംഗ്വേജ് ഇത്, അതായത് മോസ്റ്റ്ലി ഉള്ളേരിയയിലൊക്കെ ഈ ഷിംലക്കാർ സംസാരിക്കുന്നതാണ് ഈ പാഹരി എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ്. അല്ലാതെ നോർമലി വരുമ്പോൾ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ അവർ സംസാരിക്കുന്നത്. കൂടുതൽ നിങ്ങൾ സ്വയം വണ്ടി എടുക്കുന്നതിനെക്കാട്ടും ഡ്രൈവറെ വിളിച്ചു കഴിഞ്ഞാൽ, ടാക്സി വിളിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ റോഡൊക്കെ നമ്മുടെ വയനാട് ചുരം ഇല്ലേ, നമ്മുടെ വയനാട് ചുരം നല്ല വീതി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടത്തേക്ക് ചെറിയ റോഡായതുകൊണ്ട് കുറച്ച് റിസ്ക്കാണ്. ഇതൊരു മലേൻ്റെ ഏറ്റവും മണ്ടയിലിരിക്കുക, മണ്ടയിലെ ടെമ്പിളാണ് ഹനുമാൻ. ഇതേ വലിയൊരു ഹനുമാനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. ഞങ്ങളത് ആ അമ്പലത്തിലേക്ക് കയറാൻ പോകുമ്പോൾ തന്നെ കണ്ടൊരു സീനാണ്. ഇവിടെ നിറച്ച് കുരുത്തംകെട്ട കുരങ്ങന്മാരെ. ഇവരുടെ സൺഗ്ലാസ് അവരുടെ കുരങ്ങൻ്റെ കയ്യിലിരിക്കുക. അത് വാങ്ങിക്കാൻ ട്രൈ ചെയ്തത്. ആ സൺഗ്ലാസ്സൊക്കെ വെച്ച് നോക്കുന്നുണ്ട് കുരങ്ങൻ. അത് വാങ്ങിക്കാൻ ഇവർ കുറേ നേരം കൊണ്ട് ട്രൈ ചെയ്യാം, നടക്കുന്നില്ല. അതാ ഇപ്പോൾ അയാൾ പോയി പഴമൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്ന പഴം എറിഞ്ഞു കൊടുത്തിട്ടൊന്നും എടുക്കുന്നില്ല. കണ്ടാ, സൺഗ്ലാസ് വെച്ചൊക്കെ നോക്കിയിട്ടാണ്. അങ്ങനെ കൊടുത്ത് പഴം കിട്ടിയപ്പോഴത്തേക്ക് അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരുടെയും സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. കുരങ്ങന്മാരൊക്കെ ഉള്ളതുകൊണ്ടൊന്ന് സൂക്ഷിക്കണം. ഈ ഹനുമാൻ ടെമ്പിൾ ഉള്ളത് യഥാർത്ഥത്തിൽ ജാക്കു എന്ന് പറയുന്നൊരു ഹില്ലിൻ്റെ ഏറ്റവും ടോപ്പിലാണ്. അത് കാരണം തന്നെ ഇതിനെ ജാക്കു ടെമ്പിൾ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇവിടെ നമുക്ക് എത്തിക്കഴിഞ്ഞതാ കുറേ ഉണ്ട് നടക്കാൻ കേട്ടോ. രക്ഷയില്ല, കയറി 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 കുഴഞ്ഞു. നമ്മളിപ്പോൾ ഏറ്റവും ടോപ്പിലായല്ലേ. അയ്യോ, ടോപ്പിലെത്താകുമ്പോൾ നോക്ക് ഹനുമാനെ. അയ്യോ, ഈ ജാക്കു ഹിൽസിന്, ഈ ജാക്കു ടെമ്പിളിനൊക്കെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഹിസ്റ്ററിയും കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ലക്ഷ്മണൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മൃതസഞ്ജീവിനി തേടിപ്പോകുന്ന ഹനുമാൻ്റെ കഥയല്ലേ. ഈ മൃതസഞ്ജീവിനി ഏതാണെന്ന് അറിയാത്തതുകൊണ്ട് ഹനുമാൻ ആ മലയോടെ എടുത്തുകൊണ്ട് ചെന്നാണ് ലക്ഷ്മണൻ്റെ ജീവൻ രക്ഷിച്ചത്. ഇതൊക്കെ നമ്മൾ കുട്ടിക്കാലം തൊട്ടേ ഈ സ്റ്റോറിയൊക്കെ കേൾക്കുന്നതാണ്. അപ്പം ഈ ഹനുമാൻ മൃതസഞ്ജീവിനി തേടിപ്പോകുന്ന വഴിക്ക് ഒരു മലേൻ്റെ മുകളിൽ ഒരു സന്യാസി ഇരുന്ന് ധ്യാനിക്കുന്ന കാണും. സന്യാസിയോട് ഈ മൃതസഞ്ജീവിനി ഏത് മലയിൽ കാണും എന്നൊക്കെ ഇങ്ങനെ ഡൗട്ട് ചോദിക്കാൻ വേണ്ടി ആ മലയിൽ ഇരുന്നുകൊണ്ട് ഈ സന്യാസിയായിട്ട് ഇങ്ങനെ സംസാരിക്കും. അപ്പം ആ മലയിൽ ഇരിക്കുമ്പം ഹനുമാൻ്റെ വെയിറ്റ് താങ്ങാനാവാതെ ആ മല അങ്ങ് ഫ്ലാറ്റായിപ്പോവും. ആ ഇരിക്കുന്ന ഭാഗമെല്ലാം അങ്ങ് നിരപ്പായിപ്പോയി. പോയ ഈ ഒരു ഭാഗത്താണ് ഹനുമാനെ ഉണ്ടാക്കിയതും ഹനുമാൻ്റെ ടെമ്പിളും ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ സ്റ്റോറി ഉണ്ട്. പിന്നെ അതുപോലെ ഈ യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ച് പോകുന്ന വഴിക്ക് ഹനുമാൻ ഈ സന്യാസിനെ കാണാൻ വരുമെന്ന് പറഞ്ഞ് കാണാൻ വന്നില്ല എന്നോ, അങ്ങനെ പല സ്റ്റോറി ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റോറി അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ പലയിടത്തും വായിച്ചിട്ട് എനിക്ക് പലതാണ് കേട്ടത്, അത് കാരണം ഏതാ സത്യം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അങ്ങനെ ആ ഒരു ഏരിയയിലാണിപ്പം ഈ ഒരു ഹനുമാൻ ഉണ്ടാക്കി വെച്ചേക്കുന്നതും ഹനുമാൻ്റെ ടെമ്പിളും എല്ലാം ഉള്ളത്. ഇവിടെ എല്ലാ ദിവസവും ആരാധനയെല്ലാം ഉണ്ട്. ഇവിടെ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഉള്ളത്. ഈ ഒരു സമയത്തിനുള്ളിൽ എല്ലാവർക്കും വന്ന് കാണാൻ പറ്റും. ഇവിടെ അകത്തൊക്കെ കയറാം. ഇവിടെ ഷൂ ഒക്കെ അഴിച്ചിട്ടിട്ട് കാലൊക്കെ കഴുകി വേണം ഈ അമ്പലത്തിൻ്റെ അകത്ത് കയറാൻ. നല്ല തണുപ്പായതുകൊണ്ട് പിന്നെ എനിക്ക് വെള്ളത്തിൽ തൊടാൻ മടിയും ആയതുകൊണ്ട് ഞാൻ അകത്തോട്ട് കയറാൻ നിന്നില്ല. നല്ല തണുപ്പായിരുന്നു. ഈ അമ്പലത്തിൻ്റെ അപ്പുറവും ഇപ്പുറമൊക്കെ കുറേ കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളുണ്ട്. അതിൻ്റെ നടുക്ക് ഹനുമാൻ്റെ കാൽപാദം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ പിന്നെ കയറിയൊന്നും നോക്കാൻ നിന്നില്ല, നല്ല തണുപ്പായതുകൊണ്ട്. അമ്പലത്തിനോട് ചേർന്ന് തന്നെ ഒരു ക്യാൻറ്റീൻ ഉണ്ട് കേട്ടോ. ഇത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ വലിയ സെറ്റപ്പൊന്നുമില്ല. വന്നു കഴിഞ്ഞാൽ ഒരു കട്ടൻ ചായ എല്ലാം കുടിച്ച് പോകാനുള്ളൊരു ഇതേ ഉള്ളൂ. ഞങ്ങൾ പിന്നെ തണുപ്പൊന്ന് കായാൻ വേണ്ടി ഒരു ചൂട് ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ കയറി. വലിയ വൃത്തിയൊന്നും തോന്നിയില്ല എനിക്ക്. പിന്നെ ഒരു കാലിച്ചായ കുടിച്ചങ്ങ് പോയി. ഇവിടെ വേറൊരു സംഭവം കൊണ്ടുണ്ട്. റോപ്പ് വേ 250 രൂപയേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ കുറച്ച് താഴോട്ട് ഇങ്ങനെ നടക്കാനുണ്ട് കേട്ടോ. നടന്ന് നമുക്ക് അങ്ങറ്റത്തെത്തണം. നല്ലൊരു ഏരിയ കേട്ടോ, നല്ലൊരു പീസ്ഫുള്ളാണ്. പക്ഷേ കുരങ്ങനൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങളൊന്ന് കുറച്ച് സൂക്ഷിക്കണം. കയ്യിരിക്കുന്ന സാധനങ്ങളൊന്നും എടുത്തുകൊണ്ട് പോകാണ്ട് നോക്കണം. കുറച്ചിങ്ങനെ നടന്ന് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് റോപ്പ് വേ കയറാം. നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ. അതും ഒരാൾക്ക് 250 രൂപയേ ഉള്ളൂ. ഓൺലൈനിൽ വേണമെങ്കിൽ ബുക്ക് ചെയ്യാം, വന്നിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ഇത് വിൻ്റർ സമയത്താണെങ്കിലാണ് സെറ്റ്. ഞങ്ങൾക്ക് പക്ഷേ മിസ്സായിപ്പോയി. ഇനി വരാൻ നിൽക്കുന്നവർ എന്തായാലും വിൻ്റർ സമയത്ത് നോക്ക്. പിന്നെ എനിക്ക് അത്ര തണുപ്പൊന്നും പറ്റത്തില്ല. എനിക്ക് ഈ ഒരു തണുപ്പ് തന്നെ സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഈ റോപ്പ് വേയിൽ നിങ്ങൾ കയറുന്നത് വിൻ്റർ ടൈമിലാണെങ്കിൽ ഈ മല മൊത്തം മഞ്ഞ് മൂടിക്കിടക്കുക നല്ലൊരു വ്യൂ ആയിരിക്കും കേട്ടോ. അപ്പം എങ്ങനെ നിങ്ങളും പോരുമല്ലേ?
നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പുതിയ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.